ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന പ്രവാസികൾക്ക് ഏറ്റവും വലിയ ശാപമായി മാറിയിരിക്കുകയാണ് വിമാന കമ്പനികളുടെ ഇടയ്ക്കിടെയുള്ള ചാർജ് വർധന. സീസണുകൾ മുതലെടുത്ത് പ്രവാസികളെ എങ്ങനെ പിഴിയാമെന്ന ഗവേഷണത്തിലാണ് മിക്ക വിമാന കമ്പനികളും. ഓണം, പെരുന്നാൾ, ക്രിസ്മസ് തുടങ്ങി മതാഘോഷങ്ങളുടെ സന്ദർഭത്തിലും സ്കൂൾ അവധി പോലുള്ള പൊതു അവധി സമയങ്ങളിലും പ്രവാസികളിൽ നിന്നും വിമാന കമ്പനികൾ കൊള്ളലാഭമാണ് ഈടാക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നതാവട്ടെ ദേശീയ കമ്പനിയായ എയർ ഇന്ത്യയും. ടിക്കറ്റിന് 1000, 1500, 2000 ദിറംസിൻ്റെ താഴെ കണ്ടിട്ട് സിംഗിൾ ടിക്കറ്റിന് ഈ സീസണിൽ അവർ കൊള്ള ചെയ്യുകയാണ്. കാരണം ജനങ്ങൾ 1000 ദിറംസ് കൊടുത്ത് റിട്ടേൺ ടിക്കറ്റ് എടുത്ത് പോകേണ്ട ആള് ചിലപ്പോൾ 2500, 3000 കൊടുത്തിട്ടാണ് പോകുന്നത്. ചെറിയ നിരക്കിന് വിമാന സർവീസ് നടത്തുന്ന ബജറ്റ് എയർലൈൻസ് പോലും സീസൺ മുതലെടുത്ത് യാത്രക്കാരെ ചൂഷണം ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. വിമാന കമ്പനികളും ഭരണ നേതാക്കളും ഒരുമിച്ച് നടത്തുന്ന സംഘടിത കൊള്ളയാണ് ഈ ചാർജ് വർധനയെന്ന് പ്രവാസി സമൂഹം ഒരേ സ്വരത്തിൽ പറയുന്നു. വളരെ ചെറിയ തുക ശമ്പളത്തിന് ജോലി ചെയ്യുന്ന 10,000-കണക്കിന് മലയാളികൾ ഉൾപ്പെടുന്ന മുഴുവൻ പ്രവാസികളും ഇതിന്റെ ഇരകളാണ്. മലയാളി പ്രവാസികളോടുള്ള എയർ ഇന്ത്യയുടെ ക്രൂരത കഠിനമായപ്പോൾ വിഷുവിന് പറക്കുമെന്ന് പ്രഖ്യാപിച്ച എയർ കേരള ഭരണകർത്താക്കൾക്ക് ഓർമ്മ പോലുമില്ല. എയർ കേരള പറക്കുമെന്ന് പറയും, അത് കടലാസിൽ മാത്രം ഒതുങ്ങിയുള്ളൂ. ഓരോ ഭരണകൂടവും പ്രവാസികളെ കളിയാക്കുന്ന രീതി അല്ലെങ്കിൽ പല്ലിളിച്ച് കാണിക്കുന്ന രീതിയിലുള്ള അനുഭവമാണ് ഇവിടുത്തെ പ്രവാസികൾക്ക് മൊത്തം ഉണ്ടായിട്ടുള്ളത്. വർഷങ്ങളായി തുടരുന്ന വിമാന കമ്പനികളുടെ ഈ ചൂഷണത്തിന് ഭരണവർഗത്തിന്റെ നിസ്സംഗത മാത്രമാണ് പിന്തുണയായിട്ടുള്ളത്. പ്രതിവർഷം 55,000 കോടി രൂപ കേരളത്തിലേക്ക് അയക്കുന്ന പാവം പ്രവാസികൾക്ക് കഞ്ഞി ഇപ്പോഴും കുമ്പിളിൽ തന്നെ. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്.